CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഒടുവിൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഒരു നിലപാട് ഈ ഒരു വിഷയത്തിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാടിനെ അങ്ങ് നോക്കിക്കാണുന്നത്? BJP അതിൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി RSSന് നൽകിയ വാഗ്ദാനം പാലിക്കുന്ന സന്ദർഭത്തിൽ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം അത്തരമൊരു ക്ഷണം വന്നപ്പോൾ അതിന് അർത്ഥശങ്കയ്ക്ക് ഇട നൽകാതെ നിരാകരിച്ചത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തീവ്ര ഹിന്ദുത്വ ശക്തികളോട് സ്വീകരിക്കേണ്ട സമീപനത്തിൽ പലപ്പോഴും ചാഞ്ചാടുന്ന സമീപനം കോൺഗ്രസ് നിരന്തരം സ്വീകരിച്ചു പോരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ തിരിച്ചടക്കിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് തീവ്ര ഹിന്ദുത്വത്തോട് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ നടപടികളാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ പല വിഷയങ്ങളിലുള്ള പോര് അത് ആ നിലയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഭരണ സംവിധാനങ്ങളെ ഉൾപ്പെടെ ഈ ഒരു തർക്കങ്ങൾ പല രീതിയിൽ സ്തംഭിപ്പിക്കുന്നുണ്ടെന്നാണ്. ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഇരു വിഭാഗത്തു നിന്നും? ഗവർണർ തൻ്റെ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ നടത്തുന്ന ഭരണഘടനാ ലംഘനങ്ങളെ എതിർക്കാനും വിമർശിക്കാനും അവർ സന്നദ്ധരല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത്തരം പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നതെന്നാണ്. എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? പിന്നെ മഹാത്മാഗാന്ധി യർബാദ ജയിലിൽ കിടക്കുന്നത് പോലെയല്ല മാങ്കൂട്ടത്തിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി, അതിൻ്റെ പേരിൽ ഒരു കേസിൽപ്പെട്ടു, റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ജാമ്യം നിഷേധിച്ചു, ജാമ്യാപേക്ഷ കൊടുക്കാം. നിയമവ്യവസ്ഥയുടെ യഥാർത്ഥ പരിപാലനമാണ് നടക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുസ്ലിം ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു അഭിപ്രായത്തെ നോക്കിക്കാണുന്നത്? അല്ല, ലീഗ് UDFിലെ ഒരു പ്രധാന പാർട്ടിയാണ്. അവർ UDFിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് മുസ്ലിം ലീഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ധാരാളം അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ധാരാളം അസംബ്ലി സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കാറുണ്ട് കേരളത്തിൽ. പിന്നെ പാർലമെൻറ്റിൻ്റെ കാര്യം അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുമോ? അത് തന്നെയാണ് പൊതുരാഷ്ട്രീയ സമകാലിക വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ നിലപാട് പ്രതികരണമാണ് ഈ ഒരു ഘട്ടത്തിൽ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ റിപ്പോർട്ടർ ടിവിയോട് നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.